ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാധേശ രാധേശ ഹരേ നാരായണ ഹരേ നാരായണ ഹരി ഓം. ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജാലങ്കാരം വന്നിട്ടുണ്ട്. ആ പൊന്നുണ്ണി കണ്ണൻ എങ്ങനെയാണ് ശ്രീലത്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാം. പൊന്നുണ്ണി അതാ ഇന്ന് എങ്ങനെയാണ് ശ്രീലത്ത് നിൽക്കുന്നത്. ആ ദാമോദര മാസമാണ്, ഇത് കാർത്തികയാണ്. എല്ലാ പ്രത്യേകതകളോടും കൂടി അല്ലേ ഭഗവാന്റെ പൊന്നുണ്ണി കണ്ണൻ്റെ ആ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആ ലീലകളാണ് അല്ലേ ദാമോദര ലീലകളെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. സന്തോഷം കൊണ്ട് ഇങ്ങനെ എല്ലാം ആഗ്രഹിച്ചതെല്ലാം നമുക്ക് നേടിത്തരുന്ന ആ ഒരു സമയമാണ്. ഭഗവാൻ ഇങ്ങനെ പൊന്നുണ്ണിക്കണ്ണൻ അത് ആ ശ്രീലകത്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. എല്ലാവരും എൻ്റെ ശബ്ദത്തോടൊപ്പം എന്നോടൊപ്പം തന്നെ ഭഗവാനെ കാണാനായിട്ട് ശ്രീലകത്തേക്ക് വരിക. ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് അങ്ങനെ നമ്മൾ ഒരുമിച്ച് പോവാട്ടോ. അങ്ങനെ കൊടിമരത്തിൻ്റെ കീഴെ കൂടെ നമ്മൾ പൊന്നുണ്ണിയെ കാണാനായിട്ട് ഇന്ന് ശ്രീലകത്തേക്ക് എത്താണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ നമ്മൾ ഇന്ന് പൊന്നുണ്ണിയെ കാണാണ് അല്ലേ. പൊന്നോടക്കുഴലൊക്കെ ഊതിക്കൊണ്ട് തൃക്കാലുകൾ പിണച്ചു വെച്ചുകൊണ്ട് പൊന്നോടക്കുഴലിങ്ങനെ അതിമനോഹരമായിട്ട് വേണുഗാനം പൊഴിക്കുന്ന ആ പൊന്നുണ്ണിയാണ്, ആ പൊന്നുണ്ണിക്കണ്ണനെയാണ് നമ്മൾ ഇന്ന് ശ്രീലകത്ത് കാണുന്നത്. അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണനെയാണ് നമ്മളിങ്ങനെ കാണാം അല്ലേ. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ കണ്ണുകളിലുള്ള ആ പ്രഭ ഒന്ന് കാണാം, ആ ചുണ്ടുകളിലെ പുഞ്ചിരി ഒന്ന് കാണാം. ആ രാഗത്തിൻ്റെ ആ വേണുഗാനത്തിൻ്റെ താളത്തിൽ അലയടിക്കുന്ന ഭഗവാന്റെ മനസ്സും നമ്മളോടൊപ്പം തന്നെ നമ്മളെയും ആ ഒരു മനസ്സിലൂടെ സന്തോഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ നിറകുടമായിട്ടുള്ള സശാൽ പൊന്നു ഗുരുവായൂരപ്പനെ പൊന്നുണ്ണിക്കണ്ണനെ നമുക്കിന്ന് കാണാനല്ലേ. നമ്മളെയൊക്കെ ഇങ്ങനെ ആ ഓടക്കുഴലിൻ്റെ വേണുഗാനത്തിൽ ഇങ്ങനെ ആനന്ദത്തിൽ ഇങ്ങനെ ലയിപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലിങ്ങനെ കുളിർമഴയായിക്കൊണ്ട് നമ്മളെ മനസ്സിനിങ്ങനെ സന്തോഷം തരാനായിട്ട് സ്നേഹവും വാത്സല്യവും കാരുണ്യവും ഒക്കെ തരാനായിട്ട് പൊന്നുണ്ണിക്കണ്ണനതാ ഓടക്കുഴൽ വായിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത് നിൽക്കുകയാണ് അല്ലേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എന്തൊക്കെ ഉണ്ടായാലും ഭഗവാന്റെ ഈ പൊന്നോടക്കുഴൽ നാദം കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് എല്ലാറ്റിലും ആ പ്രപഞ്ചത്തിൽ ആ പ്രകൃതിയിൽ ഇങ്ങനെ അലിഞ്ഞു ചേർന്നുകൊണ്ട് നമുക്കിങ്ങനെ ആ സന്തോഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഓടക്കുഴൽ നാദത്തിൽ ഇങ്ങനെ അലിഞ്ഞു ചേരാനായിട്ട് ഒരു മനസ്സുണ്ടാവുക. ആ മനസ്സ് ഇങ്ങനെ ഭഗവാനിലേക്ക് അലിഞ്ഞു ചേരുന്ന പോലെ തോന്നുക. അങ്ങനെ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും വ്യതകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഭഗവാനിലേക്ക് ചേരാനായിട്ട് ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃപാദങ്ങളിൽ ചേരാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മനസ്സുകൊണ്ട് ഭഗവാനിലേക്ക് ഇങ്ങനെ എത്താനായിട്ട് സാധിക്കട്ടെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഭഗവാനെ ഹരേ നാരായണ ഹരേ നാരായണ. അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണൻ എന്താ പൊന്നോടക്കുഴലായിട്ട് നിൽക്കുന്നുണ്ട്. അരമണിക്ക് ഇങ്ങനെ കാൽത്തളകളൊക്കെ ഇട്ടിട്ടുണ്ട്, തോൾവളകളും ഗോപീചന്ദ്രക്കുറിയൊക്കെ ആയിട്ട് അതാ നെറ്റിയിലും രണ്ട് കയ്യിലും നെഞ്ഞത്തും ഒക്കെ ആയിട്ട് ഗോപീചന്ദ്രനൊക്കെ തൊട്ടിട്ടുണ്ട്. അരമണി നല്ല വീതിയോടെ അരമണി കെട്ടിയിട്ടുണ്ട്, പട്ടുകോണം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണൻ്റെ മാലയും വനമാലയൊക്കെ ചാർത്തിക്കൊണ്ട് അതാ അതിമനോഹരമായ പുഞ്ചിരിയോടുകൂടി നമ്മളെ ഇങ്ങനെ കാത്തുരക്ഷിക്കാനായിട്ട് ശ്രീലകത്തെത്തുന്ന എല്ലാവർക്കും ഇങ്ങനെ സന്തോഷവും സ്നേഹവും ഒക്കെ കാണാൻ വരുന്ന എല്ലാവർക്കും ആ ഒരു സൗഭാഗ്യം തരാനായിട്ട് എന്താഗ്രഹിച്ചാലും നടക്കാനായിട്ട് ഭഗവാന്റെ പ്രാർത്ഥന. കണ്ണൻ എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ എല്ലാവർക്കും. ഭഗവാൻ എപ്പോഴും നമ്മളോടൊപ്പം ഭഗവാന്റെ ഭക്തരായിട്ട് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ചൊരിയാനായിട്ട് ആ ശ്രീലകത്തെത്തുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി ഇങ്ങനെ കണ്ണനിലേക്ക് ലയിക്കട്ടെ. ആ പൊന്നു തൃപ്പാദങ്ങളെ നമസ്കരിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണനെയാണ് നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്നത്. ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണനെ കണ്ടുകൊണ്ട് താണ് വണങ്ങിക്കൊണ്ട് ആ നെയ്ത്തിരി വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെ ആ ശ്രീലകത്ത് ഇങ്ങനെ ഇളങ്ങി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ എത്ര മനോഹരമായിട്ട് പുഞ്ചിരിക്കുന്നു, എത്ര ഈണത്തിൽ വേണുഗാനം പൊഴിക്കുന്നു. കേൾക്കാം നമുക്ക് ആ വേണുഗാനത്തിലൂടെ നമ്മുടെ മനസ്സിങ്ങനെ
അലിഞ്ഞില്ലാതെയാവുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാം മറന്നുകൊണ്ട് കണ്ണനിലേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ലയിച്ച് ചേരുകയാണേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ് കേട്ടോ. എല്ലാ ഭക്തർക്കും ഭഗവാന്റെ നിത്യമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അവിടെ ഭഗവാനെ കണ്ടുകൊണ്ട് നമ്മളിന്ന് ഇത്രയും മനോഹരമായ ഭാവത്തെ കണ്ടുകൊണ്ട് എപ്പോഴും ആ ദാമോദര ലീലയിൽ പറയുന്ന പോലെ സന്തോഷമാണല്ലേ. കണ്ണൻ എപ്പോഴും സന്തോഷവും സ്നേഹവും ആ ലാളിത്യവും ഒക്കെയാണ്, ആ കരുണയും ഒക്കെ ഭഗവാൻ ഇങ്ങനെ ആ പുഞ്ചിരിയിലൂടെയും ആ വേണുഗാനത്തിലൂടെയും ഒക്കെ നമുക്കിങ്ങനെ പ്രദാനം ചെയ്യാനല്ലേ. ഹരേ കൃഷ്ണ. അങ്ങനെ നമ്മളിങ്ങനെ ഭഗവാനെ തൊട്ട് തഴുകിക്കൊണ്ട് നമ്മളിങ്ങനെ ഭഗവാനെ കണ്ടുകൊണ്ട് താണ് വണങ്ങിക്കൊണ്ട് ഭഗവാനിൽ സർവ്വം അർപ്പിച്ചുകൊണ്ട് ആ പൊന്നു തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമ്മളങ്ങനെ ഗണപതി ഭഗവാനെ കാണുന്നു. ഭഗവാനെ കണ്ടുകൊണ്ട് അവിടെ താണ് വണങ്ങിക്കൊണ്ട് എത്തമിട്ടുകൊണ്ട് ഭഗവാനെ എല്ലാ വിഘ്നങ്ങളും മാറ്റിത്തരണേ വിഘ്നേശ്വര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്ന് തിരിയാണല്ലേ. അവിടെ നിന്ന് തൊഴുത് മാറുകയാണ്. അതേപോലെ ദശാവതാരത്തിൻ്റെ തൂണുകളൊക്കെ കാണുന്നു. എല്ലാം തൊട്ട് നമസ്കരിക്കുന്നു. അങ്ങനെ യശോദാമ്മ ഇരിക്കുന്ന ഭാഗത്തേക്ക് വരുന്നു. അവിടെ നിന്ന് ഭഗവാന്റെ പൊന്നു തൃപ്പാദങ്ങളിൽ അർപ്പിക്കപ്പെട്ട ആ ആ പൂക്കൾ ഇങ്ങനെ താമരയുടെയും തെച്ചിപ്പൂവിൻ്റെയും തുളസിയുടെയും നന്ദ്യാർവട്ട പൂക്കളുടെയും റൊസാപ്പൂവിൻ്റെ ഒക്കെ ആ ഇതളുകൾ നമുക്ക് ആ തിരുമേനി തരുവാണല്ലേ. ഹരേ കൃഷ്ണ. കളപ്പവും ചന്ദനവും നമുക്ക് അവിടെ നിന്ന് കിട്ടും. അങ്ങനെ മനസ്സിലിങ്ങനെ ആ കുളിരാണ്. കണ്ണനെ ഈ ഒരു ഭാവത്തിൽ ആ പൊന്നോടക്കുഴൽ ഊതി നിൽക്കുന്ന ആ കണ്ണനെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ മിക്കവാറും ഇത് തന്നെയായിരിക്കും അല്ലേ. ആ കണ്ണനെ കണ്ട് എല്ലാ സങ്കടങ്ങളും ആ കണ്ണനോട് പറയുമ്പോൾ ആ പാദങ്ങളിൽ ഇങ്ങനെ നമസ്കരിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും അകറ്റാനായിട്ട് ആ പൊന്നോടക്കുഴൽ വിളിനാദം നമ്മുടെ മനസ്സിലൂടെ സർവ നേരത്തും സദാസമയത്തും നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് നമുക്ക് താങ്ങായിട്ട് തുണയായിട്ട് തലോടലായിട്ട് ഭഗവാൻ നമ്മളെ ആ പൊന്നോടക്കുഴൽ എങ്ങനെയാണോ ചേർത്ത് പിടിച്ചിട്ടുള്ളത് അതുപോലെ നമ്മളെയും ചേർത്ത് പിടിക്കുകയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ ഭഗവാന്റെ അനന്തശായിയായിട്ടുള്ള സശാൽ നാരായണ രൂപത്തെ ഇങ്ങനെ കാണാണ്. അവിടെ താണ് വണങ്ങുന്നു. അങ്ങനെ നമ്മളിങ്ങനെ പൊന്നുണ്ണിക്കണ്ണൻ ഓടി നടന്ന ആ കല്ല് പതിച്ച നിലത്ത് നീണ്ടു നീർന്ന് നമസ്കരിക്കാൻ സാധിക്കുന്നു. അങ്ങനെ നമ്മളങ്ങനെ നമ്മുടെ കൈകൾ കൂപ്പിക്കൊണ്ട് നമ്മൾ അവിടെ നീണ്ടു നീർന്ന് നമസ്കരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് എനിക്കുന്നു. പിന്നെ ദേവീദേവന്മാരെയൊക്കെ കാണുന്നു. അങ്ങനെ കുറച്ചങ്ങോട്ട് തിരിഞ്ഞ് മണിക്കിണർ കാണുന്നു അല്ലേ. അങ്ങനെ എല്ലാ ശില്പങ്ങളും കൊത്തിവെച്ച എല്ലാ ശില്പങ്ങളും ആ വർണ്ണ വൈവിധ്യമൊക്കെ നമ്മളിങ്ങനെ നോക്കി നോക്കി കാണാണല്ലേ. കണ്ണൻ്റെ ഓരോ ഭാവങ്ങളാണ്, കണ്ണൻ്റെ ഓരോ കുസൃതികളാണ് അവിടെ വരച്ചു വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മളെത്താണ് താമരക്കണ്ണനിലേക്ക് എത്താണ്. കുറച്ച് പടിഞ്ഞാറോട്ട് മാറിയിട്ട് താമരക്കണ്ണൻ അതാ താമരയിൽ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ താമരക്കണ്ണൻ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പൊന്നുണ്ണിയെ അങ്ങനെ കണ്ടാലിങ്ങനെ ഓടി വരും കേട്ടോ നമ്മുടെ അടുത്തേക്ക്. ഇങ്ങനെ എടുക്കാൻ ഭാവിച്ച് ഓടി വരുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ നമ്മളവിടെ കണ്ടുകൊണ്ട് അങ്ങനെ ആ പൊന്നുണ്ണി നമ്മുടെ കൂടെ കൂടിക്കൊണ്ട് നമ്മളങ്ങനെ ശ്രീലകത്തുനിന്ന് പുറത്തേക്ക് വരികയാണ്. വടക്കേ വാതിലൂടെ നമ്മൾ പുറത്തിറക്കാണ്. അങ്ങനെ ചന്ദനവും കളഭമൊക്കെ കിട്ടുന്ന ആ പുണ്യാഹമൊക്കെ കിട്ടുന്ന ഭാഗത്തേക്ക് നമുക്ക് നേരെ ഒന്ന് നടക്കാം അല്ലേ. അവിടെ നടന്നിട്ട് അവിടെ എത്തിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് തിരുമേനിമാരുടെ കയ്യിൽ നിന്ന് നമ്മൾ ചന്ദനവും കളഭവും പുണ്യാഹമൊക്കെ വാങ്ങുന്നു. നമ്മളത് നെറ്റിയിൽ ഇങ്ങനെ തൊടുന്നു അല്ലേ. ആ പുണ്യാഹം നമ്മുടെ നെറുകയിലൊന്ന് വീഴുന്നുണ്ട് അല്ലേ. ആ തണവ് ഇങ്ങനെ നമ്മുടെ നെറ്റിയിലും തലയിലൊക്കെ വന്ന് വീഴുന്ന ആ പുണ്യാഹത്തിൻ്റെ കുളിർമ നമ്മൾ അനുഭവിക്കേണ്ട ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ നെറ്റിയിൽ തൊട്ട കളഭം ഉണ്ട് കേട്ടോ. കളഭം നമ്മൾ ആ കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് ആ കളഭം നമ്മൾ തൊടുന്നുണ്ട് കേട്ടോ. അങ്ങനെ കളഭം അങ്ങനെ തൊട്ടുകൊണ്ട് ആ കയ്യിലുള്ള കളഭം ബാക്കിയുള്ളത് അവിടെ കണ്ണാടിയിൽ ഒന്ന് വെച്ച് വെറുതെ ചുമ്മാ തേക്കണ്ട, അത് മെല്ലെ ഒന്ന് നാവിലേക്കൊന്ന് വെച്ചോളൂ കേട്ടോ. ഒരു കുഴപ്പമില്ല, ഒറിജിനൽ സാൻഡൽ അല്ലേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ ആ ചന്ദനം ബാക്കിയുള്ളത് നമ്മളിങ്ങനെ നാവിലൊന്ന് വെക്കുകയാണ് അല്ലേ.
ചെറുപ്പത്തിലൊക്കെ നമ്മൾക്ക് തേനും വയമ്പും ചന്ദനം ഒക്കെ അരച്ച് തന്നിട്ടുള്ളതൊക്കെ ഓർമ്മയുണ്ടാവല്ലോ അല്ലേ? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ നമ്മളിങ്ങനെ തിരിഞ്ഞു വരികയാണ് അല്ലേ? മഞ്ചാടി മണികൾ വാരുന്നുണ്ട് അവിടെ. ആ ഉരുളി നമ്മൾ കാണുന്നുണ്ട്. സത്യത്തിൽ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അതാ കണ്ണൻ അവിടെ ഉണ്ട് കേട്ടോ. കണ്ണൻ അതാ മഞ്ചാടി മണിയിൽ ഇങ്ങനെ നൃത്തം ചെയ്യുന്ന ഭാവം, അതാ അവിടെ ഇരുന്നു കൊണ്ട് പുഞ്ചിരിക്കുന്ന ഭാവം. ആ മഞ്ചാടി മണികൾ ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന, താളം പിടിക്കുന്ന ഒരു ഭാവം, കൈകാലുകൾ ഇങ്ങനെ ആട്ടി ഇളക്കുന്ന ഭാവം, എല്ലാം നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. ആ കുസൃതി കൊടുക്കയെ അങ്ങനെ നമ്മൾ കാണുന്നു. മഞ്ചാടി മണികൾ എങ്ങനെയാണ് വാരേണ്ട വിധം എന്ന് ഞാൻ പലപ്പോഴും ചൂജാലങ്കാരത്തിൽ പറയാറുണ്ട് അല്ലേ? എല്ലാവരും കേട്ട് കാണും. എന്നാലും പറയാണ്, മഞ്ചാടി മണികൾ വാരുമ്പോൾ നമ്മുടെ ബാഗും സാധനങ്ങളൊക്കെ അവിടെ വെക്കുക. എന്നിട്ട് രണ്ട് കൈ കൊണ്ട് നിറച്ച് മഞ്ചാടി എങ്ങനെയാണോ പൊന്നുണ്ണിക്കണ്ണനെ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ എടുക്കാട്ടോ. ആ മഞ്ചാടി മണി അങ്ങനെ എടുക്കുക, നെഞ്ചോട് ചേർക്കുക, അങ്ങനെ മെല്ലെ കണ്ണനെ വെക്കും പോലെ ആ ഉരുളിയിലേക്ക് മെല്ലെ വയ്ക്കുക. കണ്ണൻ അവിടെ ഇരുന്നോട്ടെ. ഹരേ കൃഷ്ണ. ആ പുഞ്ചിരിയിൽ ഇങ്ങനെ ലയിക്കുക. അങ്ങനെ 3 പ്രാവശ്യം ചെയ്യാം. ഭഗവാന്റെ കൊടിമരത്തിന്റെ കീഴെ വന്ന് വീണ്ടും ഒന്ന് നമുക്ക് ശ്രീലകത്തേക്ക് നോക്കാം. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണൻ അതാ പൊന്നോടക്കുഴൽ വായിച്ചു നിൽക്കുന്ന ആ ഭാവത്തെ നമ്മൾ വീണ്ടും വീണ്ടും ഒന്ന് കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ മനസ്സിലേക്ക് ആ രാഗത്തെ ആസ്വദിച്ചുകൊണ്ട് ആ താളത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിൽ ആ പൊന്നോടക്കുഴൽ വിളി നാദം എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ കേട്ടോ. എല്ലാ സങ്കടങ്ങളും അകറ്റി മാറ്റിക്കൊണ്ട് കണ്ണൻ എപ്പോഴും കൂടെയുണ്ടെന്ന് തോന്നുന്ന ആ പൊന്നോടക്കുഴൽ വിളി നമ്മുടെ മനസ്സിൽ എല്ലാ സങ്കടങ്ങളും ഇല്ലാതെയാക്കി മാച്ചു കളഞ്ഞ് എല്ലാവർക്കും സന്തോഷവും സ്നേഹവും നന്മയും ഒക്കെ പ്രദാനം ചെയ്യുന്ന സശാൽ പൊന്നുണ്ണിക്കണ്ണനെ കണ്ടുകൊണ്ട് താണു വണങ്ങിക്കൊണ്ട് തൊഴുതുകൊണ്ട് നമ്മളതാ തിരികെ പോരാണ്, ഇറങ്ങാണ്. ഇനിയും വരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ചു പോരാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണനെ കണ്ടുകൊണ്ട് ആ അമ്പലം, ഗുരുവായൂർ അമ്പലം കിഴക്കേ നടയിൽ ഇങ്ങനെ തിരിച്ചിങ്ങനെ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ പിറകിലേക്ക് നോക്കുകയാണ് നമ്മൾ. അതാ ഇനി എന്നാണാവോ കണ്ണനെ കാണാനായിട്ട് എത്തുക എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആ പൊന്നുണ്ണിയെ കണ്ടുകൊണ്ട് നമ്മൾ വീണ്ടും ആ മനസ്സിൽ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് പൊന്നുണ്ണിക്കണ്ണനെ നെഞ്ചിലേറ്റിക്കൊണ്ട് നമ്മൾ പോരുകയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും എന്നോടൊപ്പം ശ്രീലകത്തേക്ക് വന്ന എല്ലാവർക്കും ഭഗവാന്റെ നിത്യമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. രാധേശ്വര രാധേശ്വര. ഹരേ നാരായണ ഹരേ നാരായണ. ഹരി ഓം ഹരി ഓം.